ഹലോ, ഞാൻ യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ സീനിയർ ട്രെയിനറാണ്. ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ മെമ്പറും കൂടിയാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബേസിക് എനർജി സെൻറ്റർ, നമ്മുടെ ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ് ബേസിക് എനർജി സെൻറ്റർ. ഞാൻ എൻ്റെ പല വീഡിയോകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു ടെക്നിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത്. വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ആർക്കും പരിശീലിക്കാവുന്ന ഒരു മെത്തേഡ് പറയുക എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ബേസിക് എനർജി സെൻറ്ററിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ അത് ഭൂമിയുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തി ഭൂമിയിലെ സൗഭാഗ്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സൗഭാഗ്യങ്ങൾ എങ്ങനെ ഭൂമിയിൽ നിന്ന് ബേസിക് ചക്ര കൊണ്ടുവരാമെന്ന് സംശയം തോന്നും. മറിച്ച് വളരെ ലളിതമായിട്ട് യോഗിക് സാധനകളിൽ കൂടെ യോഗീവര്യന്മാർ ആർജിച്ചെടുത്ത മനസ്സിലാക്കിയെടുത്ത വളരെ ദിവ്യമായ ചില അറിവുകൾ, ഈ ശരീരത്തിൻ്റെ ചില വ്യായാമങ്ങൾ നമ്മളെ അഭിവൃദ്ധിയിലേക്ക്, അതായത് ഒരു ലിബർട്ടിയിലേക്ക്, ഒരു സമാധിയിലേക്കൊക്കെ അവർ ഹഠയോഗമൊക്കെ ചെയ്തിരുന്നത് പോലെ തന്നെ ഇവിടെ ഈ നമുക്കൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കോ ജോലി ചെയ്യുന്ന ആൾക്കോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാനും ജോലിയിൽ ഉയരങ്ങളിലേക്ക് എത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു വൈറ്റൽ പോയിൻ്റാണ് നമ്മുടെ ബേസിക് എനർജി സെൻറ്റർ. ഇത് പറയുമ്പോൾ അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഞാനിതിൽ നിങ്ങൾക്ക് ചില ടെക്നിക്സ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ആ ടെക്നിക്സ് പറയാനുള്ള സമയം നമുക്ക് അനുവദിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഈ ബേസിക് ചക്രയുടെ അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവലാണ്. നമുക്ക് സർവൈവ് ചെയ്യാൻ താല്പര്യം, ഭൂമിയിൽ നിലനിന്ന് നല്ല സമൃദ്ധിയിലേക്കൊക്കെ എത്തി സമ്പന്നനായി വലിയ ആദരവോടുകൂടി ജീവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യന്മാരും. അപ്പോൾ ബേസിക് ചക്രയെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം അതാണ് ഞാൻ പറയാം. എൻ്റെ പോയിൻ്റ് അതാണ്. ബേസിക് ചക്രയെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ ഈ നടക്കുമ്പോഴൊക്കെ ബേസിക് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എക്സസൈസുകൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മറിച്ച് നമ്മൾ വെറുതെ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ ബേസിക് ചക്ര എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ചക്ര ഡിപ്ലീറ്റ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ട പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കുക. ബേസിക് ചക്രയെ പരിപാലിച്ച് അതിനെ വ്യക്തമാക്കി അതിനെ ഡൈനാമിക് ആക്കി എടുക്കാനായിട്ട് വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഹിപ്പ് റൊട്ടേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ യോഗയിലായാലും മറ്റുള്ള ജിമ്മിലൊക്കെ പോയിട്ട് ഹെൽത്ത് ക്ലബിലൊക്കെ പോയി നമ്മൾ ഹിപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ ഇടത്തോട്ട് കുറച്ച് എണ്ണം തിരിക്കുക, വലത്തോട്ട് കുറച്ച് തിരിക്കുക, അങ്ങനെ നമുക്ക് തിരിച്ച് ഉള്ളൊരു എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 21 കൗണ്ട്സ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, ഇടത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 21 തവണ ഫ്രണ്ടിലേക്ക് വരിക, സൈഡിലേക്ക് വരിക, ബാക്കിലേക്ക് പോവുക, മറുവശത്തേക്ക് പോവുക. അങ്ങനെ ഒരു 21 തവണ ശരീരത്തെ അരക്കെട്ടിനെ തിരിക്കുക. എന്നിട്ട് ഒരു സെക്കൻഡ്, ഒരു അര മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് ഒന്ന് മൂവ് ചെയ്യാം. 21 കൗണ്ട് ക്ലോക്ക് വൈസ് നമുക്ക് തിരിക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ സ്റ്റഡി ആയിട്ട് നിന്നു. ഒരു കാര്യം കൂടെ പറയാം, അതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു കാര്യം കൂടി പറയാം. വടക്ക് ഭാഗത്തേക്ക്, അതായത് നോർത്ത് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളതൊരു കുറച്ചും കൂടെ മികച്ചതായിട്ടുള്ളതായിരിക്കും. നോർത്ത് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് അരക്കിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടത്തോട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് 21 കൗണ്ട് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു അര മിനിറ്റ് 30 സെക്കൻഡ് നേരം നിന്ന് നോർമൽ ബ്രീത്ത് എടുത്ത് വലത് ഭാഗത്തേക്ക് ക്ലോക്ക് വൈസ് 21 കൗണ്ട്സ് ചെയ്യുക. അത്രയും മനസ്സിലായല്ലോ. ആദ്യം ഇടത്തോട്ട് 21 തവണ ചുഴറ്റുക, അതുപോലെ വലത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം കാലുകൾ കുറച്ച് അകത്തി വെച്ചിട്ട് മുട്ട് മടക്കി നിൽക്കുക. അതായത് നമ്മൾ ഡിപ്സൊക്കെ ചെയ്യില്ല, അത്ര താഴേക്ക് പോകണ്ട, കുറച്ച് മടങ്ങി കുറച്ച് താഴേക്ക് പോയി പൊന്തുക. അതായത് സെമി സ്ക്വാറ്റ് ചെയ്യുക. ഈ സെമി സ്ക്വാറ്റ് ഒരു 100 ടൈംസ് അല്ലെങ്കിൽ 150 ടൈംസ് ചെയ്യുക. കാല് കുറച്ച് അകത്തി വയ്ക്കുക, കണ്ടമാനം അകത്തി വയ്ക്കേണ്ട, ഒരു രീതിയിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന അത്ര നിൽക്കുക. എന്നിട്ട് താഴേക്ക് ഹിപ്പിനെ താഴേക്ക് കൊണ്ടുവരിക, മുകളിലേക്ക് വരിക. അങ്ങനെ ഒരു 100 ടൈംസ് ഓർ 150 ടൈംസ്, 150 ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്.
നിങ്ങളപ്പോൾ 21 കൗണ്ട്സ് ആൻറ്റി ക്ലോക്ക് വൈസ് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് 21 കൗണ്ട് റൊട്ടേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു 100 കൗണ്ട്സ് ഒരു 150 കൗണ്ട്സ് ഹിപ്പ് താഴേക്ക് അതായത് മുട്ടുമടക്കി നീവരുക. ആ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂലാധാര ചക്രത്തിലേക്കാണ്. ഈ കുനിഞ്ഞ് നീവരുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ ബാക്കിൽ നമ്മുടെ ടെയിൽ ബോണിൻ്റെ ഭാഗത്തൊന്ന് കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, വെറുതെ ടാപ്പ് ചെയ്യുക. അല്ലെങ്കിൽ അവിടേക്ക് ഫോക്കസ് മനസ്സിനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയാലും മതി. എന്നിട്ട് ആ മൂവ് ചെയ്യണ സമയത്ത് നമ്മുടെ ബേസിക് എനർജി സെൻറ്റർ മൂലാധാരത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 150 തവണ നിങ്ങൾ ഡെയിലി പരിശീലിക്കുക. ഇത് 2 നേരം ചെയ്യുക. കാലത്ത് മാത്രമേ സമയം കിട്ടണുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ കിട്ടണമെന്ന് ഒരു തവണയായാലും കുഴപ്പമൊന്നുമില്ല. 2 തവണ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആ ചക്ര ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾക്ക് തീരാനായിട്ട്, ഒരു ഡൈനാമിക് ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ഈ പ്രകൃതിയുടെ നിഗൂഢമായ ചില സിദ്ധാന്തങ്ങൾ പ്രകാരം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തവും ശുദ്ധവും ഗുണപരമായ മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് അന്ധമായി വിശ്വസിക്കില്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അനുഭവത്തെ മനസ്സിലാക്കുക. താങ്ക് യു. നമസ്തേ.